അടിച്ച് ചെക്ക് ചെയ്ത് പിന്നെ ഫുള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇനി ഇവിടെ ഫുള്ള് കാണിച്ചതല്ല. ഇനി ഇതിനകത്ത് വലുതായിട്ടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇടാൻ വീഡിയോ ഇതിൻ്റെ അകത്തുള്ള. പിന്നെ എന്നാ വലിയ വ്യത്യാസമൊന്നും വരില്ലല്ലോ, കാരണം പുറത്തിറങ്ങില്ലല്ലോ, ഇതിനകത്ത് തന്നെയല്ല നിൽക്കുന്ന. പോയി ഫുള്ള് സ്ഥലമൊക്കെ ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് ഏകദേശം 6:30 അടുപ്പിച്ചായി. എല്ലായിടവും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സെറ്റാവും. എന്നാൽ പുറത്തിറങ്ങിയിരുന്ന അടിപൊളി വ്യൂ കിട്ടുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഒരു മടി. ഡെയിലി ഇങ്ങനെ പുറത്ത് പോകണം. എന്നാ ചെയ്യാനാ. വ്യൂ കാണിച്ചാൽ അടിപൊളി വ്യൂ. അങ്ങനെയുണ്ട് വ്യൂ, അടിപൊളിയല്ലേ. ക്യാമറ ക്വാളിറ്റീസ് എല്ലാം കൂടി അടിപൊളിയായിരുന്നെങ്കിൽ അത് കിടിലൻ വ്യൂ ആയിരുന്നു. അത് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ എൻജോയ് ചെയ്യണം, അല്ലാതെ ഒരു വഴിയില്ല. പിന്നെ മണ്ടേ കയറി വ്യൂ ഒക്കെ നോക്കി കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് അത് തന്നെ പണി. ചന്ദ്രൻ കിടക്കണുണ്ടോ? 6 മണി അല്ല 6:30. 6 മണിക്ക് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഭയങ്കര ഇരുട്ട്. അല്ലെങ്കിൽ 5:49, 50 ആകുമ്പോൾ ഇതുപോലെ കിടക്കും, പ്രകാശം വന്ന് കിടക്കും. അയ്യോ, ഇങ്ങോട്ട് കുറേ കാണിച്ചു തരാൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാ ചെയ്യാനാ, മടിയേ. ഇന്നിറങ്ങാൻ പറ്റുമെന്ന് നോക്കണം. ഇന്നിറങ്ങാൻ പറ്റുമെങ്കിൽ സൈക്കിളൊക്കെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് ചവിട്ടാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് വന്നേ. ഇപ്പം സാധനം വാങ്ങിക്കാൻ വരെ കാറ് വേണം. അയ്യോ, അത്രയ്ക്ക് മടിയനെ, കുഴിമടിയനെ. ഇതിൻ്റെ വോളിയം ഒന്നും പറയണ മൈക്കിൻ്റെ ഒന്നും കറക്റ്റല്ല, അതും ഒന്ന് ഫിക്സ് ചെയ്യണം. ഇവിടുത്തെ 45 രൂപ മൈക്ക് എടുക്കാൻ. നോക്കട്ടെ, ഒന്നെങ്കിൽ എടുക്കാം. ഈ മാസം പറ്റൂല, അടുത്ത മാസം. ഈ മാസം എന്തോ ലോണൊക്കെ അടയ്ക്കണമെന്ന് വീട്ടിൽ, അപ്പോൾ പൈസ ടൈറ്റായിരിക്കും. അടുത്ത മാസം എനിക്ക് ബൈക്ക് എടുക്കാം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഇനി എന്തൊരു സംഭവിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. നമ്മൾ വിചാരിക്കണമെന്ന് നടക്കൂലല്ലോ. ബൈക്ക് എടുത്ത് നോക്കാം. എല്ലാ സ്ഥലവും പോയി റൗണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇനി പയ്യെ പോയി റൂമിൽ പോകണം. സമയമായി, 5 മിനിറ്റും കൂടിയേ ഉള്ളൂ. റൂമിൽ പോയി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി റെഡി ആവണം. ഇനി അത് തന്നെ ബാക്കിയായിട്ടുള്ള പല്ല് തേച്ച് കുളിച്ച് റെഡിയാവണം. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് സെറ്റായി ഫ്രഷായി ഇനി പോയി കുളിച്ച് റെഡിയായി ഇറങ്ങണം. എവിടെ ഇറങ്ങാൻ, പോയി ഉറങ്ങണം. ഉറങ്ങി എണീറ്റ് ഫ്രഷാവും, ഫുള്ള് സെറ്റാവും, ബോഡി ഫുള്ള് സെറ്റാവും. എന്നിട്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങേണ്ട പ്ലാനുണ്ട്. ഇനി നോക്കട്ടെ, അങ്ങനെ ഒരു പിടിയില്ല. മടി ആണ് വിഷയം, ഭയങ്കര മടിയെന്ന്.
അതൊക്കെ തന്നെ. ആ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിച്ച് കിടക്കാൻ പോകണം. അല്ല, ഫോൺ കളിയുണ്ട് ഫസ്റ്റ്. ഫോൺ യൂസ് ചെയ്യും. ചുമ്മാ ഇൻസ്റ്റാഗ്രാമാ ഗെയിമാ വെള്ളം തോണ്ടിക്കൊണ്ട് കിടക്കും. അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ കറങ്ങിക്കൊണ്ട് കിടക്കുന്നതാ. അനിമി മാങ്ക അങ്ങനത്തെ വല്ലതും നോക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ തന്നെ പരിപാടി. റെഡിയാക്കാൻ വെച്ചിരിക്കുന്നു. റെഡിയായി. ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഇനി പോയി എന്നാ ഇനി അതന്നെ ഫോൺ കണ്ടുക, കുറച്ച് നേരം ഇരിക്കുക എവിടെയെങ്കിലുമൊക്കെ ചെന്ന്. അത്രയൊക്കെ തന്നെ. ഇൻസ്റ്റാഗ്രാം തോണ്ടുക. പിന്നെ പോയി കിടന്നുറങ്ങാൻ പോകും. നല്ല ഉറക്കം പറഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്. ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ വെച്ചിട്ട് കിടന്നു കൊല്ലം തേച്ചിട്ട് ഫുഡ് കഴിക്കണം. ഇനി അത് തന്നെ. ഉറക്കമൊക്കെ എണീറ്റ് ഫുഡ് കഴിക്കാൻ വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങണമെന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഇനി പോയി പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് ഒരു 4 മണിക്ക് ഇറങ്ങാം പുറത്ത്. 4 മണിക്ക് ഇറങ്ങിയിട്ട് സ്ഥലം ഇന്ന് പ്ലാൻ കണ്ടോ. തോട്ടം ബോർവെല്ലി. ഇത് വില്ലേജ് ഏരിയ, അതുകൊണ്ട് ചെടികൾ കൂടുതലുണ്ട് ഇവിടെ. ഫാം ഇതെല്ലാം ഫാമാണ്. പക്ഷേ ഇതൊക്കെ അടച്ചിട്ടിരിക്കുന്നു. അടച്ചിട്ടേക്കും. ഇവിടെയും ഫാമാണ്. അപ്പം ഇല്ല, അവിടെയുള്ള എല്ലാത്തിനെയും പുറത്തോട്ട് കൊണ്ടുപോയിരിക്കും. വ്യൂ ഉണ്ടോ? കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം പൊളിച്ചിട്ടേക്കണം. എനിക്ക് വേണ്ടി ഈ സമയം മഴയാണ്, മഴ സീസണാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം ഒന്നും ചെയ്യാത്തതെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം അത്ര മഴയും പെയ്തില്ല, വെള്ളക്കെട്ടും ഒന്നും പൊങ്ങിയില്ല അങ്ങനെ. എന്തെങ്കിലും ആവട്ടെ. പിന്നെ വലുതായിട്ട് കാണാനില്ല, വലിയ ചെടിയൊന്നുമില്ല ഇവിടെ. വെള്ളം കിട്ടാൻ പാടല്ല. വീട് കണ്ട ഈ ചെടിയിൽ ഫ്രൂട്ടുണ്ട്. അത് ഈ പ്രാവശ്യം ആയാ ഇല്ലേ നോക്കാൻ വേണ്ടിയാണ് വന്നത്. അടിപൊളി ടേസ്റ്റ് എന്നാണ് പറയുന്നത്. പ്രാവശ്യം വന്നപ്പോൾ ലേറ്റായിപ്പോയി, സീസൺ തീർന്നായിരുന്നപ്പോൾ.
വന്നു തുടങ്ങിയതേ ഉള്ളൂ, റെഡി ആയിട്ടില്ല. ഇപ്രാവശ്യം പൊക്കവും കൂടുതലാണല്ലോ, താഴണില്ല കൊണ്ട. ദിവസം ഇനി എടുക്കും എങ്ങനെയാലും അത് റെഡിയാവാൻ. എങ്ങനെയാലും 1.5 മാസം കൂടി ഇനി എടുക്കും. ഇനി ഒരു സ്ഥലത്ത് ബ്ലാക്ക് ബെറിയും കൂടി ഉണ്ട്, ഇനി അവിടെയും കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു. അയ്യോ കണ്ടാ, ചെറുതാ. ഞാൻ വന്നപ്പോൾ തൈ കൊണ്ട് നട്ടതായിരുന്നത്. ഒരു 6 മാസം മുമ്പ് കൊണ്ട് തൈ കൊണ്ട് നട്ടേ. ഞാൻ വന്നപ്പോൾ ഇവിടെ കുഴിയെടുത്തുകൊണ്ട് ഇടയ്ക്കായിരുന്നു അതിന് നടാൻ വേണ്ടിയത്. സമയത്ത് അതിനകത്ത് കൂടിയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു സമയം ജസ്റ്റ് പിന്നെ എടുക്കാൻ വണ്ടി വരും. പിന്നെ വേണ്ട, ഇത് കഴിഞ്ഞ് ഇതില്ല. അതുകൊണ്ടാണ് മാക്സിമം അവർ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, റോഡാക്കാതെ. വെള്ളം പോകേണ്ട വേറെ ഇതില്ല. അയ്യോ, ആ വഴി മറന്നു കഴിഞ്ഞേ. കറക്റ്റ് ഫാം എവിടെയെന്ന് അറിഞ്ഞൂടാ. ആ ഫാം ഇനി വേറൊരു ഫാമാണ് നോക്കി കിടക്കണം, മറന്നു. എപ്പോഴും വഴൂല. പുറത്തിറങ്ങണം. മടി, നടക്കാൻ മടി, അതാണ് വിഷയം. നീ ഈ സ്ഥലം കാണാൻ. ഇത് തന്നെയാണോ? ഇല്ല, ഇതല്ല. തൊട്ടടുത്തുള്ള സ്ഥലമാണ്, എന്നിട്ടും ഇറങ്ങാൻ മടി. സത്യം പറയല്ല, വഴി മറന്നു കഴിഞ്ഞ്. ഇപ്പം കിട്ടണ വഴി കൂടിയാണ് ഇറങ്ങിപ്പോണത്. സത്യം പറഞ്ഞ വഴി മറന്നുപോയി. അയ്യോ, ആ ഫാം എവിടെ കിടക്കണ? അവിടെ നടന്നാ ബ്ലാക്ക് ബെറി ഉള്ളത്. ഇനിയും ഉള്ളിലോട്ട് പോകണമെന്ന് തോന്നുന്നത്, മറന്നുപോയി അതിന്. റോഡെത്തി. ഇനി ഇവിടെ നിന്ന് കറക്റ്റ് നേരെ നടന്നാൽ മതി. എങ്ങനെ നേരെ നടന്നാലും കറക്റ്റ് സ്ഥലത്ത്. അയ്യോ, ഫാമിൻ്റെ അകത്തുനിന്നൊക്കെ ഇങ്ങോട്ട് പുറത്തിറങ്ങിയാൽ മതി. പിന്നെ റോട്ടിൽ ഇറങ്ങുമ്പോൾ നൂന്ന് നടക്കുക. സ്ട്രെയിറ്റ് റോഡിൽ കൂടി നടക്കുക. സംഭവം വഴിയൊക്കെ മറന്നുപോയി. ഇനി ഡെയിലി ഇറങ്ങി വന്ന വഴി ഓർമ്മയാണ്. അല്ലെങ്കിൽ എപ്പോഴും നടക്കാറിങ്ങണമായിരുന്നു. ഒരു അരമണിക്കൂർ നടക്കാറൊക്കെ വരും. ഇപ്പം വന്ന് മടിയായി. എന്നാൽ ചൂട് സമയത്തായിരുന്നു പണ്ട് നടന്നുകൊണ്ടിരുന്നത്. അതായത് 5 മിനിറ്റ് പുറത്തിറങ്ങിയ ഊരുവും ദേവം. ആ സമയത്താണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് പുറത്ത്. എന്നാൽ ഇപ്പം തണുപ്പ് പോവാണ്. അയ്യോ, ഉള്ളതല്ല കളി കണ്ട കൊച്ചുള്ളവരെ. മൂഞ്ചി ഗൈസ്, വഴി അറിഞ്ഞൂടാ, റോഡില്ല, പണിപാളി. സത്യം പറഞ്ഞ എവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഈ വഴി ഞാൻ കണ്ടിട്ട് പോലുമില്ല. എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ടൈമാണ് ഈ വഴി. അത് ആ വഴിയെ കൂടിയാണ് ഞാൻ പോയത്.
ആ കറങ്ങി വന്നു അടുത്ത ആ വഴിയാണ് പോയത്. പുതിയ വഴി കണ്ടുപിടിച്ചു. ഞാൻ പുതിയ വഴി കണ്ടുപിടിച്ചു. ന്യൂ റൂട്ട് മാപ്പിംഗ്. അയ്യോ ഈസി. ഞാൻ മെയിൻലി നോക്കി വന്ന 2 സാധനം, അതിൽ ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഒരെണ്ണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്ങ് ഉള്ളിലോട്ട് പോയി നോക്കണം. ഇത് ഇനിയും ഉള്ളിലോട്ട് പോകണമെന്ന് തോന്നുന്നു. ഇനി വയ്യ, ഇനി ഇട്ടാവുന്നേ. കുറേ നടന്ന് 1 മണിക്കൂറോളം തളർന്നു. കുറച്ചും കൂടി അപ്പുറത്ത് പോകണമായിരുന്നു. ഞാൻ വന്ന ആ വഴിയല്ല, എൻ്റെ അപ്പുറത്തൊരുടെ വഴിയുണ്ട്. അതായത് ഇനിയും ഞാൻ വഴി കയറിയില്ല, മാറിയില്ല. ഇനിയും എങ്ങനെയല്ലേലും ഒരു 15 മിനിറ്റും കൂടി നടക്കാനുണ്ടായിരുന്നു. ആ വഴി കയറിയാലേ കറക്റ്റ് ആവുള്ളൂമായിരുന്നു. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. കുറേ നാളായില്ലേ ഇറക്കം കിട്ടുക, അതുകൊണ്ട് കാര്യമില്ല. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നോക്കാം. നെക്സ്റ്റ് ടൈം ഇനി നാളെയാ മറ്റന്നെയാ നോക്കാം. കാണിച്ചിരുന്ന ഫാം ഇപ്പം ഇല്ല. ഒരെണ്ണം ഉണ്ട്. ബാക്കിയെല്ലാം പുറത്തു കൊണ്ടുപോയിരിക്കണം നയിക്കാൻ വേണ്ടി. അതിനൊരു ടീംസൊക്കെ ഉണ്ട്. മൂന്ന്, 4, 5 പേരോളം അടുപ്പിച്ചുണ്ട്. രാത്രി കൊണ്ട് കെട്ടും. രാവിലെ ഇവിടെ ലാസ്റ്റ് ഒരു അറ്റം മൈതാനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെ നടക്കാൻ ഏകദേശം 1.5 മണിക്കൂർ കൂടുതൽ എടുക്കും. അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, വണ്ടിയിൽ പറഞ്ഞാൽ നമുക്കൊന്ന് സംസാരിക്കാൻ അറിഞ്ഞൂടാ. അറബിയല്ലേ, നമ്മൾ ജബ്ബൊപ്പം അടിക്കും. നേരെ റൂമിൽ പോകണം. പോയി റൗണ്ടൊക്കെ അടിച്ചു വന്ന് സെറ്റായി. ഇനി നേരെ റൂമിൽ ചെന്ന് കുറച്ചേരം ഇരിക്കുന്നു. അയ്യോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.